ആതുരമായ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വരുന്ന പിഞ്ചു പൈതലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായ അതിശക്തമായ മുലപ്പാൽ നൽകി. ആ 7 ദിവസത്തെ മുലപ്പാൽ കറന്നു കളയരുത്, അത് കുഞ്ഞിന് കൊടുക്കണമെന്ന് ഡോക്ടർമാർ പ്രത്യേകം നിർദ്ദേശിക്കുമാറ് അതിനെ അത്ഭുതകരമാക്കി. അങ്ങനെയൊക്കെ ചെയ്ത കരുണാവാരിധിയായ അളവറ്റ ദയാവരനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഒരു വേള കരയാൻ, ഒരു വേള പടച്ചവനോട് മാപ്പ് പറയാൻ, ഒരു വേള പടച്ചവനോട് കുറ്റങ്ങൾ ഏറ്റുപറയാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ഗൗരവകരമായ ഒരു ചിന്ത ഈ മഴക്കാലത്ത് മഴയെക്കുറിച്ച് ഓർക്കുമ്പോഴും അത് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും സമയം ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി പറഞ്ഞു, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുണ്ട്. 7 വിഭാഗം ആളുകൾ. അതിലൊരാളാരാ? റജുലുൻ, അതിലൊരു മനുഷ്യൻ, ഒരു യുവാവ്, ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവതിയാവാം, യുവാവാം. അള്ളാഹുവിനെ കുറിച്ച് ഒഴിഞ്ഞിരുന്ന് ആരും അറിയാതെ, ക്യാമറ കണ്ണുകളില്ലാതെ, 10 ആളുകൾ പറയാനില്ലാതെ, അത് അയാൾ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയുന്ന ആളാണെന്ന് 10 ആള് പറയാനില്ലാതെ ആ രാത്രിയുടെ ഭിത്തിയുടെ മറവിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോ ആ മനുഷ്യൻ എഴുന്നേറ്റ് തണുത്ത രാത്രിയിൽ ഒളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച്, അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിച്ച് ഒറ്റയിൽ അവസാനിപ്പിച്ച് 2 കൈകളും ഉയർത്തി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണുകളില്ലേ, ആ കണ്ണുകളുള്ള മനുഷ്യനുള്ളതാണ് അർശിന്റെ തണലെന്ന് പ്രവാചക തിരുമേനി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത് അത് നെഞ്ചകത്തേറ്റി അതിനു വേണ്ടി ജീവിച്ച് മാതൃകായോഗ്യരായി സഹാബത്തി ലോകത്തോട് വിട പറയുമ്പോ നനഞ്ഞ കണ്ണുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിയായി കിടക്കുന്ന സഹാബിയെ കാണാൻ വേണ്ടി ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? എന്തിനാ കരയുന്നത്? കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച് പാപങ്ങൾ ചെയ്യാത്ത സഹാബിമാരുടെ കണ്ണുകൾ ഈറനണിയുകയാണ്, അവർ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പൊ പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു, നബിയേ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ, എന്റെ തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയാശങ്കകൾ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അധികമൊന്നും പാപം ചെയ്തവരല്ല അവര്, എന്നിട്ട് പോലും ആ സഹാബി പറയാൻ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർക്കുമ്പോ, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തെ കുറിച്ച് ഓർക്കുമ്പോ അള്ളാഹുവിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതെനിക്ക് ഓർക്കാൻ വയ്യ. എന്നാൽ ഞാൻ നിരാശനല്ല. റബ്ബിനെ കുറിച്ച് ലാ തഖനതു മിർ റഹ്മത്തില്ല, ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ പറയാ, ലാ തഖനതു മിർ റഹ്മത്തില്ല. എന്റെ അടിമകളോട് പറ നബിയേ, എന്നെ കുറിച്ച് അവർക്ക് തെറ്റിദ്ധാരണയുണ്ടോ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കില്ല എന്നവർ വിചാരിക്കുന്നുണ്ടോ? ലാ തഖനതു മിർ റഹ്മത്തില്ല വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരാ എന്ന് സൂറത്തു ആൽ ഇംറാൻ 135 ചോദിക്കുമ്പോ, സൂറത്തു സുമറിലെ 53 ആശ്വസിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരല്ല. പക്ഷേ അള്ളാഹുവിന്റെ സന്നിധാനത്ത് ചെന്ന് നിൽക്കുമ്പോ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഓർത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകി താടിരോമങ്ങൾ കണ്ണുനീരിൽ ചാലിച്ചൊരവസ്ഥ ഏത് വിശ്വാസിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇരുമ്പിന്റെ പടച്ചട്ടയണിയിച്ച് മാംസം ഇങ്ങനെ ഉരുകി ഒലിക്കുന്ന ശബ്ദം അവർ കേട്ടിരുന്നു. വറവച്ചട്ടിയിലിട്ട് മത്സ്യം പറക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാംസവും രക്തവും ഊർന്നു വീണ ശബ്ദം അവർ കേട്ടിരുന്നു. ആ ഖബ്ബാബ്, ശരീരത്തിന്റെ ആഴമേറിയ എല്ലുകൾ പുറത്തേക്ക് കണ്ടിരുന്ന ഖബ്ബാബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഒരു പുതപ്പുണ്ടായിരുന്നു. അതിങ്ങനെ പിടിച്ചിട്ടാണ് സദസ്സുകളിലേക്ക് കയറി വന്നിരുന്നത്. അരോഗതിടകാത്തരനായ, കൊല്ലപ്പണിക്കാരനായ, വാളും ചുറ്റികയും പരിചയും ആയുധങ്ങളും ഉണ്ടാക്കി അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞ് തൗഹീദിന്റെ മന്ത്രം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആ വിളക്കുമാടമായി കൽബകത്തെ കാത്തു സൂക്ഷിച്ച് കറുത്തിരുണ്ട ശരീരത്തിൽ വെളുത്ത ഹൃദയവും താങ്ങി നടന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ വന്ന് ചർച്ച നടന്ന് തിരിച്ചു പോകുമ്പോ അറിയാതെ പിടുത്തം വിട്ട് ഊർന്നു വീണ പുതപ്പ് താഴെ വീണപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ പതിച്ചു. ആഴമേറിയ മാംസം കൊണ്ട് തൂർന്നു പോകാത്ത എല്ലുകൾ കണ്ടിരുന്നു.
ഖബ്ബാബിനെ തിരിച്ചു വിളിച്ച്, ഖബ്ബാബ് താൽ, തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് മടക്കി വിളിച്ച്, എന്താണ് ഖബ്ബാബ് അങ്ങയുടെ പുറത്ത് ഈ ആഴമേറിയ മുറിവുകൾ എന്ന് ചോദിച്ച് ഖബ്ബാബ് നാണിച്ച് അത് പറയാൻ പുണ്യം പോകരുത് എന്ന നിലക്ക് അത് പറയാൻ മടിച്ചു നിന്ന ഖബ്ബാബിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഖബ്ബാബ് ഈമാൻ കൂടാനാണ്, ഖബ്ബാബ് ഈമാൻ വർദ്ധിക്കാനാണ്, ഖബ്ബാബ് എന്തേ ഉണ്ടായത് ഖബ്ബാബ് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഉമ്മു അമ്മാറ എന്ന എന്റെ യജമാനത്തി എന്നെ ഡെയിലി നട്ടുച്ച വെയിലത്ത് കൊണ്ടുപോയി നഗ്നനാക്കി നിർത്തി ഇരുമ്പിന്റെ പടച്ചട്ട അണിയിച്ച് ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച് അല്ലാഹു അഹദ് എന്ന മന്ത്രത്തിനെതിരായി ശിർക്ക് ചെയ്യിപ്പിച്ച് കുഫറിലും ശിർക്കിലുമായി എന്നെ മരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അല്ലാഹു അഹദ് എന്ന് ഉച്ചരിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പാടാകുന്നു ഉമറേ, എന്റെ കാലഘട്ടം അതാണ് എന്ന് പറഞ്ഞ് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിയ ഖബ്ബാബ് അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ സഹാബികൾ ചെന്ന് അദ്ദേഹത്തിന്റെ ചുറ്റിലും ഇരുന്ന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഇടമുറിയാതെ അടമുറിയാതെ കണ്ണുനീരൊഴുകിയപ്പോ അദ്ദേഹത്തിന്റെ ശിരസിലൂടെ തലോടി ഒരു സഹാബി ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ജീവിതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച് പ്രവാചകന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ ഉമറിന്റെ കൂടെയൊക്കെ ജീവിച്ച് ത്യാഗങ്ങൾ ഏറ്റുവാങ്ങി ജീവിതം മുഴുവനും അല്ലാഹുവിനെ സമർപ്പിച്ച് ജീവിച്ച ഖബ്ബാബ് അങ്ങ് കരഞ്ഞാൽ പിന്നെ ഞങ്ങളുടെയൊക്കെ സ്ഥിതി ഖബ്ബാബ് എന്ന നിലയിൽ അവർ സംസാരിച്ചപ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ എന്റെ ഒരു വാതിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചത് കണ്ടില്ലേ, സ്വർണ്ണ നാണയവും വെള്ളി നാണയവും കൂട്ടിയിട്ടിരിക്കുന്നു, പാവങ്ങൾക്ക് വേണ്ടിയാണ്. ദുനിയാവ് കൊണ്ട് എന്റെ റബ്ബ് എന്നെ അവസാനിപ്പിച്ചേക്കുമോ എന്നതാണ് എന്റെ ഭയപ്പാട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ 5 നേരം കൃത്യമായി നമസ്കരിച്ചില്ല, നമ്മൾ നോമ്പ് നോറ്റില്ല, നമ്മൾ സക്കാത്ത് കൊടുത്തില്ല, നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിച്ചില്ല, എന്നിട്ട് പോലും നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്തൊക്കെയോ ലഭിച്ചതുപോലെ, എന്തൊക്കെയോ നേടിയതുപോലെ അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നിങ്ങളെയും ഓർക്കും, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നിങ്ങളെയും ഓർക്കും. നിങ്ങൾ അല്ലാഹുവിനെ മറന്നുപോയാൽ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ അത് നിങ്ങൾക്ക് വീണ്ടും ഖേദകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ആ സംഗതി കൊണ്ടെത്തിക്കും എന്ന് സൂറത്ത് ബഖറ പടച്ച തമ്പുരാൻ 2-ാം അധ്യായം 151-ാമത്തെ വചനത്തിൽ പറയുകയാണ്. നമ്മൾ നന്ദിയുള്ളവരാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കൊണ്ട് വിശപ്പ് സഹിക്കാനാവാതെ രാത്രിയിൽ കിടന്നു, അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു, കുറെ എഴുന്നേറ്റിരുന്നു, കുറെ ദിക്റുകൾ ചൊല്ലി, അങ്ങനെ ബേജാറായി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കാനാവാതെ പട്ടിണി കിടന്നു നമ്മുടെ റസൂൽ. ആ റസൂലിനെ കുറിച്ച് ഓർക്കുന്ന സദസ് പോലും സലാത്ത് ചൊല്ലി പിരിയുന്നത് വയറ് നിറയെ ബിരിയാണിയും നെയ്ച്ചോറും തന്നാണ്. നബി പട്ടിണി കിടന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സലാത്ത് മാത്രം പട്ടിണി എന്ന് തീരുമാനിക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. പട്ടിണിയില്ല എന്നും നബിയുടെ പേര് പറഞ്ഞ് തിന്നുകയാണ് ഈ സമുദായം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമുദായം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്നു എന്നറിയുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പട്ടിണി കിടക്കാൻ കഴിയാത്ത ഒരു തലമുറ ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങാൻ കഴിയണില്ല, വിശപ്പതിന്റെ മൂർധന്യത്തിലെത്തി തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഏമ്പക്കം വന്ന് വയറ് നിറയെ ഗ്യാസ് നിറഞ്ഞൊരവസ്ഥ നമുക്കൊക്കെ ചിലപ്പോൾ അനുഭവിക്കാറുണ്ട് അല്ലേ? യാത്രയിലും അല്ലാത്തപ്പോഴും ഹർത്താലുകളിലും ബന്ധുകളിലും ഒക്കെ നാം അനുഭവിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഉണ്ട്, മനുഷ്യരെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു ഘട്ടം വരുമ്പോ നാം ഓർക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലൂടെ ഇരുട്ടത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. വെറുതെ ഒരു ആശ്വാസത്തിന്, കാറ്റും കൊണ്ടൊരു ആശ്വാസത്തിന് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോ ഇരുട്ടത്തൊരു മനുഷ്യനെ, നീണ്ടും മെലിഞ്ഞൊരു മനുഷ്യനെ ഇങ്ങനെ കാണുന്നുണ്ട്. ആരാ അത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ എന്ന് റസൂൽ വിളിച്ച് മിറാജിന്റെ രാത്രിക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖിന് കിട്ടിയ ആ സുന്ദരമായ നാമം അല്ലേ? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അബൂബക്കറെ, എന്താ ഇത്? ഈ രാത്രിയില്, ഈ നട്ടപ്പാതിര നേരത്ത് എന്താ അബൂബക്കറെ? ഒന്നുമില്ല, വിശപ്പ് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാ. അറിയണം, രാജകൊട്ടാരമില്ലാത്ത റസൂല്, പരിചാരകരില്ലാത്ത റസൂല് അല്ലേ? ചില അറബ് രാജ്യങ്ങളിൽ ചെന്നാൽ അവിടുത്തെ ശൈഖന്മാരുടെ പാലസിൽ നിന്ന് ചില ആളുകൾക്കൊക്കെ ഭക്ഷണം എത്താറുണ്ട്. എത്ര ഭക്ഷണം ഉണ്ടാക്കിയാണ് വേസ്റ്റ് ചെയ്യുന്നത് അല്ലെ? ആലോചിക്കണം, നമ്മളൊക്കെ ആലോചിക്കണം. നമ്മളിൽ പൈസക്കാരായ ആളുകൾ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം നിരത്തി വെച്ച് പാവങ്ങൾ തൊട്ടപ്പുറത്ത് യാചിക്കുന്ന ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളിൽ വാഴയിലയിൽ ചോറ് വേസ്റ്റ് തട്ടിയിട്ട് നായയോട് കടപിടിച്ച് ഭക്ഷണം കഴിക്കുന്ന പാവപ്പെട്ട ആദമിന്റെ മക്കളെ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഉൻദുറു ഇലാ മൻ ഹുവ അസ്വല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്തറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളിൽ താഴ്ന്നവരിൽ
താഴെയുള്ളവരിലേക്ക് നോക്കാൻ, നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകളെ പരിഹാസ്യമാക്കാതിരിക്കാൻ നിങ്ങൾക്കതാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ട് ഉന്നതങ്ങളിലേക്കുള്ള യാത്രയല്ലാതെ, ഉന്നതങ്ങളിലേക്കുള്ള പ്രയാണമല്ലാതെ പാവപ്പെട്ടവന്റെ വേദനകളെ, അവന്റെ ത്യാഗങ്ങളെ, അവന്റെ നൊമ്പരങ്ങളെ, അവന്റെ കഷ്ടപ്പാടുകളെ, അവന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെ ലഘൂകരിക്കാൻ ഇർഹമോ മൻ ഫിൽ അർദ് ഇർഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ